إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇരുത്തം നാളെ ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതുപോലെ നമ്മുടെ മർത്തബ നമ്മുടെ ദർജകൾ ഉയർത്താനുമുള്ള ഒരു കാരണമാക്കി തീർക്കട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു കിതാബാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ പേരാണ് അൽ ഖവാഇദുൽ അർബഅ എന്ന് പറഞ്ഞാൽ 4 അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ശിർക്കിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏതൊരു തുടക്കക്കാർക്കും അവർ അറിഞ്ഞിരിക്കേണ്ട 4 ശിർക്കിന്റെ അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ഇവിടെ രചിച്ചിരിക്കുന്നത്. നമുക്കറിയാം തൗഹീദ് വിശുദ്ധ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഉത്ബോധനം ചെയ്യാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം തൗഹീദിന്റെ നേരവിരുദ്ധമായ ശിർക്ക് എല്ലാ നബിമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് എല്ലാ അവരുടെ ഉമ്മത്തിലേക്കും അയച്ചത് ആ ഒരു കാരണത്തിന് വേണ്ടി മാത്രമാണ്. എന്തിനു വേണ്ടിയാണ്? ശിർക്കിനെതിരെ പോരാടാൻ ആളുകൾക്ക് തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ അഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. നമുക്കറിയാം തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നിർവചനം എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം അർഹതപ്പെട്ട അവന് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ അല്ലാഹുവിൽ ഒരാളും പങ്കു ചേർക്കാതെ അല്ലാഹുവിനെ ഏകനാക്കുക, ഇതാണ് തൗഹീദ്. അതിന് നേരെ വിപരീതമാണ് ശിർക്ക് എന്നത്. ഈ പറഞ്ഞ അല്ലാഹുവിനെ മാത്രം അർഹതപ്പെട്ട അല്ലാഹുവിന് പ്രത്യേകമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ വേറെ പങ്കു ചേർത്താൽ അതിനെയാണ് ശിർക്ക് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിന്റെ ഗൗരവം സൂറത്തുൽ നിസായിൽ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഖുർആനിൽ ലാ യഗ്ഫിറു എന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു പുറത്തു തരില്ല എന്ന് പറഞ്ഞിട്ടില്ല എവിടെയും. ഈ സ്ഥലത്ത് വെച്ച് അതും എന്തിന്റെ വിഷയത്തിലാണ്? ശിർക്കിന്റെ വിഷയത്തിൽ. അല്ലാഹു പറയാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി
റബ്ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്കിൽ കുറഞ്ഞ ഏത് തെറ്റുണ്ടോ അത് അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ഒരാൾ തൗബ ചെയ്യാതാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായും ഒരാൾ ഈ തെറ്റുകളൊക്കെ ചെയ്ത് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുന്നവനാണെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗബ ചെയ്യാതാണ് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി എല്ലാ തെറ്റുകളാണെങ്കിലും ശിർക്കിൽ കുറഞ്ഞ, കുഫ്റിൽ കുറഞ്ഞ വേറെ ഏത് തെറ്റുകളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുന്നതാണ്. പക്ഷെ ഒരാള് ശിർക്ക് ചെയ്താൽ അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ പോലെ വമൻ യുശ്രിക് ബില്ലാഹ്, ആരല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു, ഫഖദ് ഹറമല്ലാഹു അലൈഹി ജന്ന, അല്ലാഹു അവന് സ്വർഗ്ഗം ഹറാമാക്കുന്നതാണ്. മനുഷ്യർക്ക് ഗൗരവം സ്വർഗം ഹറാമാക്കപ്പെടുന്ന അവസ്ഥ ആലോചിച്ചു വെക്കാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിൽ പറഞ്ഞായിട്ട് കാണാം വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ് ലഇൻ അശ്റക്ത, നീ നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലയഹ്ബത്വന്ന അമലു, നിന്റെ എല്ലാ അമലുകളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമൽ സ്വാലിഹാത്തുകളും ലയഹ്ബത്വന്ന അമലു, നിഷ്ഫലമായി പോകും, എല്ലാതും വേസ്റ്റ് ആക്കി കളയുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിന്റെ ഇബാദത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ശിർക്കിന്റെ തൗഹീദിന്റെ വിഷയം ഏതൊരു മുസ്ലിമിനും അവൻ ആദ്യം പഠിക്കേണ്ട വിഷയമാണ്. അവൻ ഇസ്ലാമിലേക്ക്, ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് തന്നെ എന്തിന്റെ വിഷയത്തിലാണ്? ഈ ഒരു തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ എത്ര ഫിഖ് പഠിച്ചു, ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചു, ഹദീസുകൾ പഠിച്ചു, തഫ്സീറുകൾ പഠിച്ചു, തൗഹീദ് എന്താണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ അവൻ പഠിച്ചതെല്ലാം എന്താണ്? വെറുതെ ആവാണ്. കാരണം അവൻ ഇതൊക്കെ പഠിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മളെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? ഇപ്പൊ പറയപ്പെടുന്ന കണ്ട ഇന്ന ആള് ഇത്ര ലക്ഷങ്ങൾ ഹദീസങ്ങൾ മനഃപ്പാടമാക്കി ഫിഖിന് ഇത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? അയാൾ വായിൽ നിന്ന് വരുന്ന എന്താണ്? ബദരീങ്ങളെ കാക്കണേ, അതല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷേഖ് രക്ഷപ്പെടണേ എന്ന് പറയുന്നതിൽ അദ്ദേഹം അല്ലെങ്കിൽ അതുപോലത്തെ ആളുകൾ ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവരാണ്. ഇപ്പൊ ആലോചിച്ചൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ് തൗഹീദ് പഠിക്കാതെ നമ്മൾ ബാക്കി വിഷയങ്ങൾ പഠിക്കുമ്പോൾ. അപ്പൊ അത് ബാക്കിയുള്ള വിഷയം പഠിക്കണ്ട എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് തൗഹീദിന്റെ പ്രാധാന്യം അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോവാൻ. ഈ കിതാബ് അൽ ഖവായിദുൽ അർബ എന്ന കിതാബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറു ലേഖനമാണ്. വളരെ കുറഞ്ഞ പേജുകളിൽ അദ്ദേഹം എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയ ഒരു ചെറിയൊരു ലേഖനമാണ്. പക്ഷെ അത് നമുക്ക് ആദ്യം അദ്ദേഹത്തിനോട് സംസാരിക്കാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ അൽ-തമീമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നജ്ദിന്റെ ഏരിയയിൽ, സൗദി അറേബ്യയിൽ നജ്ദിന്റെ ഏരിയയിൽ ഉവൈന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹിജ്റ 1115 വർഷമാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം തമീമി ഗോത്രക്കാരനായിരുന്നു. തമീമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഈ തമീമി ഗോത്രത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചു വീഴുന്ന ആ ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ വാപ്പ അബ്ദുൽ വഹാബ് റഹിമുള്ള, അദ്ദേഹം ഷെയ്ഖ് ഒരു പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വല്ലിപ്പ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നീട് അദ്ദേഹം വളർന്ന് കല്യാണം കഴിച്ച് അദ്ദേഹത്തിന്റെ മക്കളും പണ്ഡിതന്മാരായി, അദ്ദേഹത്തിന്റെ അനുജന്മാരും അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരൊക്കെ ഒരു പഠിത്തമുള്ള ഒരു അറിവിന്റെ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വീണത്. അതെ, ഇപ്പൊ ചിലവര് പറഞ്ഞു കേൾക്കാം, നമുക്ക് ഈ വഹാബി എന്ന് പറയുന്ന ഇയാൾ ഖുറാഫികൾ പറയുന്നതാണ്, അയാൾ ഏതോ ഒരാൾ എവിടുന്നോ വന്ന ഒരാൾ, അങ്ങനല്ല. നേരെ മറിച്ച് പാണ്ഡിത്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ജനിച്ചു വീണതും അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്നാണ് ഇൽമു നേടിയതും. ഒരുപാട് ഫിഖ്ഹിന്റെ കിതാബുകൾ, ഹദീസിന്റെ കിതാബുകൾ, തഫ്സീറിന്റെ കിതാബുകളൊക്കെ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം 10 വയസ്സിനുള്ളിൽ തന്നെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി, ഹാഫിളായി. അതിനുശേഷം മദീനയിലും മക്കത്തും അതുപോലെ തന്നെ ഈജിപ്റ്റ് എന്ന് പറയുന്ന ചില ബസ്ര എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഈ ഇൽമിന് വേണ്ടി യാത്ര ചെയ്തു. മക്കത്തും മദീനയിലും പഠിച്ചത് പോരാണ്ടായപ്പോഴും അദ്ദേഹം കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് ഈജിപ്തിലും അവിടെയൊക്കെ പോയത്. ബസ്ര എന്ന് പറഞ്ഞ
സ്ഥലങ്ങളിലൊക്കെ പോയത്. അവിടെ പോയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് ഈ നജ്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ സ്ഥലം നജ്ദ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഏരിയ ആണ് സൗദിയിലുള്ള. അവിടെ എത്ര നാളെ നടന്നിരുന്നത് ഷിർക്കും ഖുറാഫാത്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ആ സമയത്ത് കൂടുതൽ ആളുകളും ഫിഖിന്റെ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഫിഖിന്റെ വിഷയങ്ങൾ, ഹദീസിന്റെ വിഷയങ്ങൾ, തഫ്സീറിന്റെ വിഷയങ്ങൾ അതിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഈ അഖീദപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള വിഷയങ്ങൾ അവർക്ക് അധികം അറിയില്ലായിരുന്നു, അധികം അവർ ആഴത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പോയപ്പോഴാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവരുടെ കിതാബുകൾ വായിക്കാനും പഠിക്കാനും തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹത്തിന് ഈ തൗഹീദിന്റെ ഗൗരവം, ശിർക്കിനെതിരെയുള്ള ഈ ഒരു ഗൗരവം മനസ്സിലായപ്പോൾ അദ്ദേഹം നേരെ നാട്ടിലേക്ക് അദ്ദേഹം ജനിച്ച സ്ഥലത്തേക്ക് വന്നു, അൽ ഉഐന എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ വെച്ച് അദ്ദേഹം അമീർ ഉസ്മാൻ ഇബ്നു മുഅമ്മർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം അമീറായിരുന്നു. നമുക്കറിയാം പണ്ട് കാലത്ത് ഓരോ സ്ഥലങ്ങളിലുമായിരുന്നു ഒരു അമീർമാർ. ഇപ്പൊ റിയാദിൽ ഒരു അമീറാണെങ്കിൽ ഖർജിൽ വേറെ അമീർ, ജിരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ അമീർ, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അമീർമാരുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ അമീർ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി, ഷെയ്ഖ് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ വിഷയങ്ങളാണ്, നമ്മൾ ഖുർആൻ സുന്നത്തിനെതിരാണ് ഇവിടെ നടക്കുന്നത്, ഇത് നടക്കുന്ന ഖുറാഫാത്താണ്, ശിർക്കാണ്, ഖബറാരാധന നമ്മളെ ഇസ്ലാമിനെതിരെയാണ്. അങ്ങനെ തൗഹീദും ശിർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ദഅവത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് അൽ അഹ്സാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വേറൊരു അമീർ സുലൈമാൻ ഇബ്നു മുഹമ്മദ് അൽ ഹാമിദി എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന് കുറച്ചും കൂടി അധികാരം കുറച്ചുകൂടി ശക്തി കൂടുതലുള്ള ആളായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്ത് ഈ ഖുറാഫാത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ആളായതുകൊണ്ട് അയാൾ എന്ത് ചെയ്ത് ഈ അൽ ഒയ്നയിലത്തെ അല്ലെങ്കിൽ ഷെയ്ഖുള്ള സ്ഥലത്തുള്ള രാജാവിനടുത്ത് പോയി പറഞ്ഞു, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ, ഈ ദഅവത്ത് നിർത്തിയില്ലെങ്കിൽ ഈ അമീറിനെ, ഇർമാൻ എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ അമീറിനെ അവിടെ നിന്ന് വിട്ടേച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തി, അധികാരത്തിൽ നിന്ന് വിട്ടേച്ച് കളയുമെന്ന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വേറെ വഴിയില്ലാണ്ട് അവസാനം ഷെയ്ഖ് അവിടുന്ന് ഒയ്ന, അദ്ദേഹത്തിന്റെ സ്ഥലം, അദ്ദേഹം ജനിച്ചു വീണ സ്ഥലത്ത് നിന്ന് പോവേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹം പോകുന്നതാണ് ജിറഇയ്യ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് മുഹമ്മദ് ഇബ്നു സഊദ് റഹിമഹുല്ലാഹ്, അമീർ മുഹമ്മദ് ഇബ്നു സഊദ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടെത്തുന്നത്. ജിറഇയ്യയിൽ അവരുടെ ഭരണാധികാരിയാണ് മുഹമ്മദ് ഇബ്നു സഊദ്. നമുക്കറിയാം ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലം അതിന്റെ തലവന്മാരാണ് ഈ പറയുന്ന മുഹമ്മദ് ഇബ്നു സഊദ് എന്ന് പറയുന്ന ആളുകൾ. അവർ അദ്ദേഹത്തിന് ഷെയ്ഖിന്റെ എല്ലാ ദഅവത്തും കാര്യങ്ങളും മനസ്സിലായപ്പോ അദ്ദേഹം സഹായിക്കാനും എന്ത് കാര്യം ഉണ്ടെങ്കിലും മുന്നിൽ നിൽക്കാനും സൈനികമായും അധികാരമായും എല്ലാം കൊണ്ടും ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ദഅവത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് എന്ത് ചെയ്തു, കിതാബുകൾ രചിച്ചു തുടങ്ങി. ഒരുപാട് കിതാബുകൾ എഴുതി. ഉസൂലുൽ സലാസ, കശ്ഫ് ശുബഹാത്ത്, കിതാബ് തൗഹീദ്, എല്ലാവർക്കും അറിയുന്ന കിതാബുകളാണ്. ഇതുപോലെ കിതാബുകൾ എഴുതി ഒരുപാട് ആളുകൾ ഹഖിലേക്ക് വന്നു. കാരണം അദ്ദേഹത്തിന് കിതാബ് എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും, അല്ലാഹു എന്ന് പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞു, ഇത് മാത്രമാണ് കിതാബിലുള്ളത്. ഒരുപാട് ആളുകൾ സത്യത്തെ മനസ്സിലാക്കി വന്നപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ഷിർക്കിന്റെ ആളുകൾ, ഷിർക്കിന്റെ പ്രചരിപ്പിക്കുന്നവർ അവരെന്തായാലും ഇതിനെതിരെ ആക്രമിക്കാൻ വരുന്നത് സ്വാഭാവികമാണ്. ഒരുപാട് രീതിയിൽ ഇവർ ആക്രമിക്കുകയും ഇവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തെ ദഅവത്ത് പ്രശ്നങ്ങൾ നിന്നിട്ടില്ല. ഒരുപാട് ആളുകൾ കൂടുതൽ ഹഖിലേക്ക് വരികയാണ് ചെയ്തത്. ചരിത്രം പറയാൻ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ് അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ സഊദ് ഇന്നും സഊദ് കുടുംബം ജീവിച്ചിരിക്കുന്നുണ്ട്. ആലി സഊദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചരിത്രം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പറയുന്ന മുഹമ്മദ് ഇബ്നു സഊദ് അദ്ദേഹം ആദ്യമായി ഓരോ സ്ഥലങ്ങളും പിടിച്ചടക്കിയപ്പോൾ അന്ന് ആദ്യം സൗദിയ എന്ന് പറഞ്ഞ ആദ്യത്തെ സ്ഥലം സ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം അവരിൽ നിന്ന്
അവരുടെ മണ്ണ്, അവരുടെ സ്ഥലം, അവരുടെ കുടുംബത്തിൽ നിന്നും വേറെ ആളുകൾ വന്ന് ആക്രമിച്ച് അത് കീഴടക്കി. വീണ്ടും അതേ കുടുംബത്തിന് എന്ത് ചെയ്ത് രണ്ടാമത് പ്രാവശ്യം അവർക്ക് സ്വന്തമാക്കാൻ പറ്റി. വീണ്ടും അതെന്ത് ചെയ്ത് ശത്രുക്കൾ വന്ന് ആക്രമിച്ചുകൊണ്ട് കീഴടക്കി. അങ്ങനെ മൂന്നാമത് പ്രാവശ്യം ഇവരുടെ ഇവന് സാവൂദ് എന്ന് പറഞ്ഞ കുടുംബത്തിന് വീണ്ടും ലഭിച്ചു. അപ്പൊ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇതുപോലെ ചരിത്രത്തിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഇതുപോലെ 3 പ്രാവശ്യം ഒരേ കുടുംബത്തിന് ഇത് ഒറ്റൊരു ആ സ്ഥലം ഈ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഏതൊരു കുടുംബത്തിനും ചരിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സാധിക്കില്ല. കാരണം അള്ളാഹു അത്ര അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? അവർ തൗഹീദും സുന്നത്തും ദഅവത്തിന്റെ പേരിൽ, ശിർക്കിനെതിരെ അത്ര പോരാടിയതിന്റെ പേരിൽ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ അൽ ഖവായിദുൽ അർബഅ എന്ന കിതാബ്, ഇതില് ആദ്യമായി ഷേഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ആദ്യമായിട്ട് കിതാബിന് ആദ്യത്തെ അസൽ ഈ ഖവായിദ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ്. ആദ്യത്തെ ഖവായിദായിട്ട് അദ്ദേഹം പറയുന്നത് ഖവായിദത്തുൽ ഊല അൻ തഅലമ അന്നൽ കുഫാർ അല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അയക്കപ്പെട്ട ആ ഒരു കാഫിരീങ്ങൾ, അറേബ്യയിലുള്ള കാഫിരീങ്ങൾ, അന്നൽ കുഫാർ അല്ലദീ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്ത ആളുകൾ, അവർ മുഖറൂന അന്നല്ലാഹ ഹുവൽ ഖാലിഖു അർ-റാസിഖു അൽ-മുഹീ അൽ-മുമീത് അൽ-മുദബ്ബിർ ലിജമീഇൽ ഉമൂർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ യുദ്ധം ചെയ്ത ആ കാഫിരീങ്ങൾ അവർ അംഗീകരിച്ചിരുന്ന ഒരു കാര്യമാണ് അല്ലാഹുൽ ഖാലിഖ്, അല്ലാഹു സൃഷ്ടാവാണ്, സർവ്വതും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, സർവ്വതിനും ഉപജീവനം നൽകുന്നവൻ അല്ലാഹുവാണ്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അതുപോലെ ലോകം നിയന്ത്രിക്കുന്നതൊക്കെ അല്ലാഹുവാണെന്ന് ആർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു? ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ, മക്ക മുശ്രിക്കീങ്ങളാവട്ടെ അറേബ്യയിലുള്ള എല്ലാ മുശ്രിക്കീങ്ങൾക്കും വിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ് ഇസ്ലാം. പക്ഷെ ആ വിശ്വാസം ഉണ്ടായിട്ട് പോലും അത് അവരെന്ത് ചെയ്തില്ല? ഇസ്ലാമിലേക്ക് ആ വിശ്വാസം പ്രവേശിപ്പിച്ചില്ല. അദ്ദേഹം എന്നിട്ട് ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവരാണ്. അതിന്റെ ഈ പറഞ്ഞതിന്റെ തെളിവ് അള്ളാഹുവിന്റെ വാക്കുകളാകുന്നു. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, ഖുൽ നബിയെ പറയുക, നിങ്ങളോട് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് ഭൂമിയിലേക്ക് ഉപജീവനം നൽകുന്നവൻ, റിസ്ക് തരുന്നവൻ ആരാണ് എന്ന് അവരോട് ചോദിക്കുക. അമ്മ യംലികു സമഅ വൽ അബ്സാർ, ആരാണ് കേൾവിയും കാഴ്ചയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ, ആരാണ് മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവൻ ആരാണ്? ആരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന അതിന് കഴിവുള്ളവൻ ആരാണ് എന്ന് നബിയെ ആരോട് ചോദിക്കുക? മുശ്രിക്കീങ്ങളോട് ചോദിക്കുക. അവർ പറയും, മുശ്രിക്കീങ്ങൾ പറയും അള്ളാഹുവാണ്. കണ്ടാ അള്ളാഹു പറയാണ്, ഈ പറഞ്ഞ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ അള്ളാഹു റബ്ബാണെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായില്ല. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന അള്ളാഹു അത് വേറെ അള്ളാഹുവാണ്. ആ അള്ളാഹു ഗോത്രദൈവമാണ്, നമ്മൾ ആരാധിക്കുന്ന അള്ളാഹു അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയാണോ? അല്ല. ഈ അറബി ഭാഷ തന്നെ അള്ളാഹു എന്ന് പറയുന്നതിൽ ഒറ്റ അർത്ഥമുള്ളൂ. നമ്മൾ സൃഷ്ടിച്ച, നമ്മൾ പരിപാലിക്കുന്ന നമ്മൾ റബ്ബിനെയാണ് അള്ളാഹു എന്ന് വിളിക്കുന്നത്. അപ്പോ ഒരു ഗോത്രദൈവമോ അതുപോലെ അവരുടെ മാത്രമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ദൈവമോ ആയിരുന്നില്ല. മക്ക മുശ്രിക്കീങ്ങൾ അവരുടെ സൃഷ്ടാവായി കണ്ടിരുന്നത് നമ്മളും സൃഷ്ടാവായി കാണുന്ന, ഖുറാഫിലും സൃഷ്ടാവായി കാണുന്ന അള്ളാഹു തന്നെയായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്ത് അവർ ആ കാര്യം, ആ വിശ്വാസം അവർ ശിർക്കിലേക്ക് അല്ലെങ്കിൽ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. എന്തുകൊണ്ട്? ശരിക്കും അവർക്ക് പറ്റിയ ശിർക്ക് എവിടെയായിരുന്നു? അവരെങ്ങനെയാണ് അവർ മുശ്രിക്കീങ്ങളായത്? അവരെന്തുകൊണ്ട് അള്ളാഹു കാഫിറുകളെന്ന് വിളിച്ചു? കാരണം അവർക്ക് പറ്റിയ ആ ശിർക്ക് അള്ളാഹു പങ്കു ചേർത്തത് ഉലൂഹിയയിലാണ്. അതല്ലെങ്കിൽ ഉലൂഹിയ എന്ന് പറഞ്ഞ ഇലാഹിയത്ത്, അതല്ലെങ്കിൽ ആരാധന കർമ്മങ്ങൾ എന്ന് പറയും. ആരാധന കർമ്മങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് ദുആ, നേർച്ച വഴിപാടുകൾ, ബലികർമ്മങ്ങൾ, ഇതുപോലത്തെ കാര്യങ്ങളിൽ അവരെന്ത് ചെയ്ത് അള്ളാഹുവിനെ എങ്ങനെയാക്കേണ്ട പകരം അവരുടെ ഇലാഹുകൾ അല്ലെങ്കിൽ അവരുടെ മറ്റ്
വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചിരുന്നു. ആരാധന കർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന കർമ്മങ്ങൾ അവർ അവരുടെ ആ വിഗ്രഹങ്ങൾ, ആ മക്കത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മദീനത്തുണ്ടായിരുന്ന അവിടെ അറേബ്യയിലുണ്ടായ ആ വിഗ്രഹങ്ങൾക്ക് അവർ സമർപ്പിച്ചു. അതിന്റെ പേരിലാണ് അവർ എന്ത് ചെയ്യുന്നത്? മുശ്രിക്കീങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അതല്ല ഇപ്പൊ ഈ പറയുന്ന നാട്ടിൽ പറയുന്നത് അവര് പള്ളിദർശനത്തിൽ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അതല്ലെങ്കിൽ ലാ റാസിഖ ഇല്ലല്ലാഹ്. അതായത് അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല, അല്ലാഹു അല്ലാതെ വേറെ ഉപജീവനം നൽകുന്നവൻ മറ്റാരുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും അതെ, അതിന്റെ അർത്ഥം അതിന് ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അതല്ല. അതായത് മറിച്ചോ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ് ശരിക്കുള്ള അർത്ഥം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഈ പറഞ്ഞ ഖുറാഫിൽ പറഞ്ഞ പോലത്തെ അർത്ഥം ആയിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരെ ഈ മക്ക മുശ്രിക്കീങ്ങൾ യുദ്ധം ചെയ്യുകയില്ല. കാരണം എന്താ? അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? അല്ലാഹു അല്ലാതെ മറ്റ് സൃഷ്ടാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒരിക്കലും അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു റബ്ബാണ് അംഗീകരിച്ചതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കില്ല എന്നാണ് ഇതിന്റെ ആദ്യത്തെ ആദ്യത്തെ അടിസ്ഥാനം അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. പണ്ടത്തെ മുശ്രിക്കീങ്ങളോട് ആരാണ് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് അള്ളാഹു ആണെന്ന്. പക്ഷെ ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, ഇന്ന് മുസ്ലിമുകളാണെന്ന് പറയുന്നവർ അവരോട് ആരാണ് ലോകം നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ അവരെന്താ പറയാ? അള്ളാഹുവിന്റെ കൂടെ ചില ഔലിയാക്കന്മാരുണ്ട്. അള്ളാഹിനൊപ്പം അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അള്ളാഹു ചില ആളുകൾക്ക് ലോകം നിയന്ത്രിക്കാൻ കഴിവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവർ പറയാൻ അല്ലെ, CM മടവൂർ എന്ന് പറഞ്ഞ ഒരാള് ലോകം നിയന്ത്രിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചില ഔലിയാക്കന്മാർക്ക് ലോകം നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു ഇന്ന് എവിടം വരെ എത്തി? ഇന്ന് അവർ പാട്ട് ഇറക്കി അല്ലെ. ഇപ്പൊ എവിടം വരെ എത്തി അവര്? CM മടവൂർ പടച്ചോനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാ അതെ എന്ത് CM മടവൂർ പടച്ചോനാണെന്ന് പറയുക എന്ന് വരെ എത്തി. കാരണം അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അല്ലാത്ത കഴിവുള്ളവനാണ്. അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള കഴിവ് കൊടുക്കാം. ആ വാദം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ വേണ്ടി ലൈസൻസ് കിട്ടിയെന്നാണ് ഒരു വിചാരം. അപ്പോ ഈ ആളുകൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ഷിർക്കിൽ വീണു പോകുന്നത്, ഇത്ര അബദ്ധത്തിൽ വീണു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ഈ പറയുന്ന തൗഹീദിന്റെ ആയത്തുകളും ഹദീസുകളും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിട്ട് ഈ പറയുന്ന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് തീർച്ചയായും അവർ മാറും ഇൻഷാ അല്ലാഹ്. ഇതാണ് അദ്ദേഹം ആദ്യത്തെ ഖായിദ, ആദ്യത്തെ അടിസ്ഥാനമായി പറയുന്നത്. രണ്ടാമത്തെ അടിസ്ഥാനമായി അദ്ദേഹം പറയുന്നത് അന്നഹും യഖൂലൂൻ, അവർ പറയും മാ ദഅവനാഹും വതവജ്ജഹനാ ഇലൈഹി. അവർ ദുആ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു വാദമാണ്, മക്ക മുശ്രിക്കീങ്ങൾ പറയുന്ന വാദമാണ്, ഞങ്ങൾ ഈ പറയുന്ന വിഗ്രഹങ്ങളെ ദുആ ചെയ്തിരുന്നതും അവരിലേക്ക് തിരിഞ്ഞതും എന്തിനു വേണ്ടിയിട്ട് വേണം? ഇല്ല ലിതലബിൽ ഖുർബത്തി വശഫാഅ, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള ശുപാർശകര ശഫാഅത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്ന വിഗ്രഹങ്ങൾ എടുത്തു പോകുന്നത് എന്നാണ് അവർ പറയുന്ന വാദം. നമുക്കറിയാം ഇന്നത്തെ സമസ്തക്കാരും പറയുന്ന അതേ വാദമാണ്. എന്ത്? ഞങ്ങൾ ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുന്നതും അമ്പിയാക്കന്മാരുടെ അടുത്തും പോകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അവര് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്ത ഔലിയാക്കന്മാർ നബിമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ മുഖേന നമുക്ക് അള്ളാഹുലേക്ക് പെട്ടെന്ന് എത്താം, അല്ലെങ്കിൽ ഞങ്ങളുടെ ശുപാർശകർ അവർ അള്ളാഹുൽ എത്തിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നും എന്ത് ചെയ്യുന്നത് സമസ്തയിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ ആ ഒരു വാദം പറഞ്ഞിട്ടാണ് ശിർക്ക് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം അതിനെ തെളിവ് പറയാണ്, ഈ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഇവർ ശിർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാകുന്നു, വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിയഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ പറയാറുണ്ടെന്ന കാര്യമാണ് മാ നഅബ്ദുഹും, ഞങ്ങൾ ആരാധിക്കാറുണ്ടെന്നില്ല, എന്തിനു വേണ്ടി അല്ലാതെ, ഇല്ലാ ലിയഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഈ ഇലാഹുകളെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഈ വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കാറുണ്ടായിരുന്നില്ല എന്നാര് പറയാറുണ്ടായിരുന്നു? മുശ്രിക്കീങ്ങൾ പറയാറുണ്ട്. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്, സൂറത്തുൽ സുമറിൽ പറഞ്ഞ കാര്യമാണത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് അവര് ഷഫാഅത്തിന് വേണ്ടി, മുശ്രിക്കീങ്ങൾ ഷഫാഅത്തിന് വേണ്ടിയിട്ടാണ് ഈ വിഗ്രഹങ്ങൾ എടുത്ത് പോയത് എന്നുള്ളതിന്റെ തെളിവ് എവിടെയാണ്? ഖൗലുഹു തആല, അതും അല്ലാഹുവിന്റെ വാക്കാകുന്നു. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലുന ഹൗലാ ശുഫാഉന ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹുവിനെ പുറമെ ആരാധിക്കുന്ന ഇവർ, ഈ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കൾ, മാ ലാ യദുറുഹും, അവർക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാനോ, വലാ യൻഫഉഹും, ഒരു ഉപകാരം ചെയ്യാനോ സാധിച്ചിരുന്നില്ല. അത് അവർക്ക് അറിയായിരുന്നു, മുശ്രിക്കീങ്ങൾക്ക് അറിയായിരുന്നു. എന്നിട്ടും എന്ത് ചെയ്തു? അവർ പറയാറുള്ള ഡയലോഗ്, അവർ പറയാറുള്ള ഒരു വാദമായിരുന്നു, വയഖൂലൂൻ ഹൗലാ ശുഫാഉന ഇൻദല്ലാഹ്, ഈ പറയുന്ന വിഗ്രഹങ്ങൾ, ഞങ്ങളെ ആരാധിക്കുന്ന വസ്തുക്കൾ, അവരൊക്കെ ശുഫാഉന, ഞങ്ങൾക്ക് ശുപാർശകരാണ്. ആരടുക്കൽ? ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ. അപ്പൊ അവർ ഉദ്ദേശം എന്തായിരുന്നു? അല്ലാഹുവിന്റെ അടുക്കലാണ് ഈ പറയുന്ന റിസ്കുകൾ ഉള്ളത്. അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന് മാത്രമാകുന്നു ഒരു ഉപകാരം ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുള്ളൂ അവർ വിശ്വസിച്ചിരുന്നു. എന്നിട്ടും അവർ ഈ വിഗ്രഹങ്ങൾക്ക് പോയെന്തിനാ? ശുഫാഉന, ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് അല്ലാഹുലേക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ ഈ ആവലാദികൾ ഞങ്ങൾ ഈ വിഗ്രഹങ്ങളോട് പറഞ്ഞാൽ ആ വിഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ അല്ലാഹുലേക്ക് എത്തിക്കും എന്നതിന്റെ പേരിലാണ്. ഇന്നത്തെ ഖുറാഫിൽ പറയുന്ന അതേ വാദമാണ് അല്ലെ? നബിമാരും ഔലിയാക്കന്മാരും ഞങ്ങൾ അവരുടെ അടുത്ത് പോകുന്നത് എന്തിനാണ്? ഞങ്ങളുടെ ആവലാദികൾ പറയാനാണ്, ഞങ്ങൾ ശുപാർശകരായിട്ടാണ് ഞങ്ങൾ ഇവർ കാണുന്നത്, അല്ലാണ്ട് ഞങ്ങൾ ദൈവങ്ങളായിട്ടല്ല, റബ്ബുകളായിട്ടല്ല കാണുന്നത് എന്ന് അവർ പറയുന്നത് കാണാം. അതേ വാദം ആര് പറയാറുണ്ട്? കണ്ടത് മുശ്രിക്കീങ്ങളും പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഷഫാഅത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഈ ഷഫാഅത്തിന്റെ വിഷയം പറഞ്ഞിട്ട് ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു രാജാവിന്റെ അടുത്ത് പോണെങ്കിൽ നമുക്ക് ഒരു ഇടയാളന്മാരായി നമ്മളൊരാളെ, ഒരു മന്ത്രിയെ, നമുക്ക് പരിചയമുള്ള ഒരാളെ സമീപിച്ചുകൊണ്ട് നമ്മളുടെ ആവശ്യം അയാളോട് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? രാജാവിന്റെ അടുത്തോ അല്ലെങ്കിൽ മന്ത്രിയുടെ അടുത്തോ നമ്മുടെ ആവശ്യം, നമ്മൾ സഹായം അയാൾക്ക് എത്തിക്കുന്നു. ആ സഹായം അയാൾ നിറവേറ്റി തരുന്നു. ഇതാണ് ശുപാർശ എന്ന് പറഞ്ഞത്. ഈ ഒരു ഉദാഹരണം കൊണ്ട് അവരെന്ത് പറയും? അവര് അള്ളാഹുലേക്ക് ചേർത്തി പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ചില ആളുകൾ പറയുന്നത് കാണാം, റാഫികൾ പെട്ടത്, അള്ളാഹു എന്ന് അള്ളാഹുവിനെ വിളിക്കുന്നതും ഔലിയാക്കന്മാരെ നബിമാരെ വിളിക്കുന്നതും ഏതുപോലെയാണ്? ഒരു KSRTC ബസ്സിൽ പോകുന്ന പോലെയും അതല്ലെങ്കിൽ ബെൻസ് കാറിൽ പോകുന്ന പോലെയാണെന്ന് പറയുന്നത്. അള്ളാഹുവിനെ വിളിക്കുന്നത് KSRTC ബസ്സിൽ പോകുന്ന പോലെയാണ്. അതായത് വിളിച്ചു കഴിഞ്ഞാൽ എത്തിയാൽ എത്തി, മറുപടി കിട്ടിയാൽ കിട്ടി. ചിലപ്പോൾ അത് വൈകിയായിരിക്കും നമുക്ക് മറുപടി കിട്ടാം. നേരെ മറിച്ചോ ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുന്നത് ബെൻസ് കാറിൽ പോകുന്ന പോലെയാണ്. അവരെ വിളിക്കുന്നത്, അവരോട് ദുആ ചെയ്യുന്നത് ബെൻസ് കാറിൽ പോകുന്ന പോലെയാണ്. കാരണം എന്താ? ബെൻസ് കാറിൽ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തും. എന്നാലോചിച്ചോക്കെ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കഴിവില്ലായ്മ പോലെ വരുത്തി തീർക്കുന്ന ഒരു ഉദാഹരണമാണത്. അതുപോലെ തന്നെ അവർ പറയുന്ന വേറെ ഉദാഹരണങ്ങളാണ്. ഈ പറയുന്ന പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജാവിന്റെ ഒരു ഉദാഹരണം. ഇതൊക്കെ അവർ പറയുന്നത് ഈ ഔലിയാക്കന്മാരൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് ഷഫാഅത്തിന് വേണ്ടിയാണ്, ശുപാർശകരായിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന രാജാവിന്റെ ഉദാഹരണം പറഞ്ഞു. രാജാവിലേക്ക് നമ്മൾ പോകുന്നത് നമുക്ക് ഒറ്റയടിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മന്ത്രിയെ അല്ലെങ്കിൽ ഒരു ഇടയാളിനെ നമ്മൾ സ്വീകരിക്കും. ആ ഇടയാളൻ നമ്മുടെ കാര്യം പറയും. ആ മന്ത്രി എന്നിട്ട് എന്ത് ചെയ്യും? ആ ഇടയാളനായിട്ടുള്ള മന്ത്രിയാണെങ്കിൽ മന്ത്രി അദ്ദേഹം പോയിട്ട് രാജാവിനടുത്ത് നമ്മൾ കാര്യം പറയും. അപ്പൊ രാജാവിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു മന്ത്രി കൊണ്ടെന്ന ആ ഒരു അപേക്ഷ നിഷേധിക്കാൻ പറ്റില്ല. കാരണം എന്താ? ആ രാജാവിന് ചിലപ്പോൾ ദുനിയാവുമായി വിഷയമുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരത്തിന് വിഷയമുള്ള അതല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ ഭാവിയിൽ പോവാൻ വഴിയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും മന്ത്രി പറയുന്നതിൽ നിഷേധിക്കൂല. മന്ത്രി എന്ത് സഹായമാണോ ചോദിക്കുന്നത് അത് രാജാവ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഈ ഖുറാഫിൽ എന്ത് ചെയ്യും? അവർ ഈ ഒരു ഉദാഹരണം എടുത്തുകൊണ്ടെന്ന് പറയും, കണ്ടില്ല, ഇതുപോലെയാണ് ഔലിയാക്കന്മാരും എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് നിഷേധിക്കൂല. എന്നാലും അള്ളാഹുവിന് ഒരു വില കൊടുക്കാതെ അള്ളാഹുവിന്റെ അടിമയാണോ ഇവര് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവര് അള്ളാഹുലേക്കും ദുനിയാവിന്റെ വിഷയത്തിലേക്കും അള്ളാഹുവിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞ് അള്ളാഹുലേക്ക് ചേർത്ത് പറയുക.
ഈ പറയുന്ന ഈ വിഷയം, ഷഫാഅത്തിന്റെ വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ഈ ഷഫാഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഖുർആനിൽ വന്ന തെളിവുകൾ അനുസരിച്ച് രണ്ട് രീതിയിലാണ് ഷഫാഅത്ത് എന്ന് പറയുന്ന ഒരു സംഭവം, സ്ഥിരപ്പെട്ട ഷഫാഅത്ത് അല്ലെങ്കിൽ ഒരാൾക്ക് ഷഫാഅത്ത് സ്വീകരിക്കണമെങ്കിൽ ഈ രണ്ട് അടിസ്ഥാനം, രണ്ട് ഷർത്തുകളാണ് പാലിക്കപ്പെടേണ്ടത്. ഒന്ന് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ഷഫാഅത്ത് നൽകപ്പെടുന്ന ഒരാളും അല്ലെങ്കിൽ ഷഫാഅത്ത് നൽകുന്ന ഒരാളും രണ്ടുപേർക്കും അള്ളാഹുവിന് തൃപ്തിയുള്ളവനായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ ഷർത്താണ് എന്താ, അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് മാത്രമേ ഈ പറഞ്ഞ ഷഫാഅത്ത് നൽകുകയുള്ളൂ. നമുക്കറിയാം ഇവർ ഉദ്ദേശിക്കുന്നത് പരലോകത്ത് ഉള്ള ഷഫാഅത്താണ്. ഈ നമ്മുടെ നാട്ടിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, പൊതുവെ സൂഫി തരീഖത്തിലുള്ള ആളുകൾ, അവർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഷഫാഅത്ത് വേണമെങ്കിൽ നിങ്ങൾ ഇന്ന ഒരു ശൈഖിന്റെ അടിയിൽ മുരീദായി ചേർന്നാൽ മതി. ഇന്ന ത്വരീഖത്ത്, ഇപ്പൊ നമുക്ക് ഒരുപാട് ത്വരീഖത്തുകൾ നമ്മുടെ നാട്ടിൽ, നക്ഷബന്ദി ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരുപാട് ത്വരീഖത്തുകളുണ്ട്. ഇതൊക്കെ എന്താണ്, ഒരു ശൈഖിന്റെ അടിയിൽ മുരീദായി നിൽക്കുക, ആ ശൈഖ് പറയുന്ന അനുസരിച്ച് ആ ശൈഖിന്റെ ഒരു വഴി പിന്നിട്ട് ആ ശൈഖിനോട് വിളിച്ചു തേടാ, സഹായം തേടാ. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ആഖിറത്തിൽ ഒന്നും നോക്കണ്ട, ഈ പറയുന്ന ശൈഖ് നിങ്ങളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തും എന്നാണ് ഇവർ പറഞ്ഞ് ആളുകളെ വഴിപഴിപ്പിക്കുന്നത്. ശരിക്കും അങ്ങനെയാണോ? നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഹദീസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി പോലും ആഖിറത്തിൽ വെച്ച് ഖിയാമത്ത് നാളന്ന് അള്ളാഹുലേക്ക് തന്റെ ഉമ്മത്തിന് വേണ്ടി ഷഫാഅത്തിന് വരുന്നതായിരിക്കും. നമ്മളെല്ലാം കേട്ട ഹദീസാണ്. ഈ ഒരു ചായ മേലെയായിരിക്കും സൂര്യനെ വെച്ചുകൊണ്ട് എല്ലാ ഉമ്മത്തുകളും ഖിയാമത്ത് നാളന്ന് എല്ലാ ഉമ്മത്തുകളും അവരുടെ തലയിന്റെ മേലെ ഒരു ചായ എന്ന് പറയുന്ന ആ ഒരു ചായ എന്ന് പറയുന്നത് ഇത്രയാണ് ഒരു ചായ, ഇതിന്റെ മുകളിലായിരിക്കും സൂര്യനെ വെച്ചിട്ടുണ്ടാവുക. അത്ര പ്രയാസപ്പെട്ടിട്ടുള്ള സാഹചര്യമായിരിക്കും ഖിയാമത്ത് നാൾ. അന്ന് പോലും നമുക്കറിയാം ഓരോ ഉമ്മത്തും ഓരോ നബിമാരുടെ അടുത്ത് പോകും. നമുക്ക് കേട്ട ഹദീസാണ്. ആദ്യം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് പോകും. അദ്ദേഹം പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നഫ്സി, ഞാൻ തെറ്റുകൾ ചെയ്ത ആൾ, ഞാൻ ഇന്ന തെറ്റ് ചെയ്ത ആളാണ്, അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കാണെന്ന് പറഞ്ഞിട്ട് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും, അടുത്ത നബീന്റെ അടുത്ത് പോകാൻ പറയും. അങ്ങനെ നൂഹ് നബീന്റെ അടുത്ത് പോകും. അദ്ദേഹം അത് തന്നെ പറയും. അങ്ങനെ മൂസാ നബി, ഈസാ നബി, അവസാനമായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വരിക. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, നേരെ അല്ലാഹുവിന്റെ അടുക്കൽ പോകും. അപ്പൊ തന്നെ സംസാരിക്കണോ ചെയ്യാല്ല, അവിടുന്ന് സുജൂദിൽ കിടക്കുകയും ചെയ്യും. അതുപോലെ ആ സമയത്ത് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്ർ, ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തുകയും, അള്ളാഹു എത്ര കാലമായിരിക്കും ആ സുജൂദ് നീണ്ടുപോകാൻ നമുക്കറിയില്ല. ഇപ്പോ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, അള്ളാഹു ആലം. ആ ഒരു സുജൂദ് കഴിഞ്ഞതിന് ശേഷം അള്ളാഹു തൃപ്തിപ്പെടുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർഫഅ റഅസക, നിന്റെ തല ഉയർത്തുക. ഇത് ഇഷ്ഫാ എന്ന് പറയും, ശഫാഅത്ത് ചെയ്യുക. നീ ചോദിച്ചുകൊള്ളുക, ചോദിക്കുന്നത് നൽകുന്നതാണ്, ഷഫാഅത്ത് ചെയ്യുക എന്ന് പറയും. അപ്പൊ ആലോചിച്ചോക്ക, അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഫാഅത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും മേലത് നിർബന്ധമായി, സംസാരിക്കുന്ന നിർബന്ധമായി. അതുവരെ നബിക്ക് വായ തുറക്കാൻ പോലും എന്തില്ല, അള്ളാഹു അനുവാദം വേണമായിരുന്നു. ഇത്ര സുജൂദ് വീണിട്ടും അതിനുശേഷം അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടും അത്ര സമയം കഴിഞ്ഞിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഷഫാഅത്ത് പോലും അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും അള്ളാഹു അനുവാദം കൊടുക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പറയുന്ന ശൈഖുമാർ, ഈ പറയുന്ന ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെ ഈ വിഷയങ്ങൾ, ഷഫാഅത്തിന്റെ വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഷർത്തുകൾ എന്താണത്? അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ അനുവാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മൾ എല്ലാ ഡെയിലി ഓതുന്നതാണ്. ആയത്തുൽ കുർസിയിൽ മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് അള്ളാഹുവിന്റെ ചോദ്യം. അതിനർത്ഥം ആരുമില്ല എന്നാണ്. ഈ പറയുന്ന ഷഫാഅത്ത്, ശുപാർശ, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, അള്ളാഹു ഷഫാഅത്ത് നൽകുമെന്ന് വാക്ക് നൽകിയ ആളുകൾ ആരാണ്? ഈ രണ്ട് ഷർത്തുകൾ, ഈ പറയുന്ന തൃപ്തിയും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു അനുവദിച്ച ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ പറയുന്ന ശിർക്ക് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരിക്കലും ഷഫാഅത്ത് നൽകുകയില്ല.
അള്ളാഹുവിന്റെ തൃപ്തിയും ഉണ്ടായ ആളുകൾക്ക് മാത്രമേ ശഫാഅത്ത് കൊടുക്കാനും ശഫാഅത്ത് കിട്ടാനും സാധിക്കുകയുള്ളൂ. അതിന് വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. സഹീഹ് ബുഖാരിയിൽ വന്നതുപോലെ തന്നെ അദ്ദേഹം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വാപ്പ മുശ്രിക്കായിരുന്നു അല്ലെ, ആസർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം വിഗ്രഹത്തെ ഉണ്ടാക്കുകയും വിഗ്രഹത്തെ സുജൂദ് ചെയ്യും, ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകളായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൗമിന് വിഗ്രഹങ്ങൾ വിറ്റ ഒരു ചരിത്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇബ്രാഹിം നബിയുടെ വാപ്പയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം ഉണ്ടാക്കുക, വിഗ്രഹം വിൽക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ജോലി. ആ ശിർക്കിൽ മരിച്ചുപോയ അദ്ദേഹത്തിന് വാപ്പ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ആരാണ്? ഖലീലുള്ളാ എന്ന് പറഞ്ഞ ഒരു പദവി ലഭിച്ച ആളാണ്. ഖലീലുള്ളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ. ഈ ലോകത്ത് വെറും രണ്ട് മനുഷ്യന്മാർക്ക്, രണ്ടാളുകൾക്ക് ആ ഒരു പദവി ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും സ്വന്തം വാപ്പാനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല. അള്ളാഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും അല്ലെ, ഈ ബുഖാരിയിൽ വന്ന ഹദീസ് പോലെ തന്നെ അതിൽ പറഞ്ഞിട്ട് കാണാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, അള്ളാഹു നീ എന്നെ ആക്ഷേപിക്കില്ല എന്ന് നീ വാക്ക് തന്നതാണ്. അള്ളാഹു എന്റെ വാപ്പ എന്റെ പിതാവ് നരകത്തിൽ പോകുന്നതിനേക്കാളും ആക്ഷേപം എനിക്ക് എന്താണ് ഉള്ളതെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഞാൻ ഒരിക്കലും എന്റെ വാക്ക് പിൻവലിക്കൂല. എന്താണ് അള്ളാഹുവിന്റെ വാക്ക്? നേരത്തെ പറഞ്ഞ തന്നെ സൂറത്തുൽ മാഇദയിൽ അള്ളാഹു പറഞ്ഞില്ലേ, വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആര് ശിർക്ക് ചെയ്യുന്നോ, ആര് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നോ അവന് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കില്ല. ആ വാക്കൊരിക്കലും അള്ളാഹു തെറ്റിക്കില്ല. ചില ആളുകൾ പറയും, ചിലപ്പോ ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു, ചിലപ്പോൾ അള്ളാഹു അവിടെ വെച്ച് അള്ളാഹു മനസ്സ് മാറിയാലോ എന്ന് ചിലവർ പറയുന്നത് നമുക്ക് കാണാം. അങ്ങനല്ല, അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു ആ വാക്ക് മാറ്റുകയില്ല. ഇതാണ് ഈ ഷഫാഅത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു കിതാബിൽ പറയുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ഫായിദയാണ്, മൂന്നാമത്തെ അടിസ്ഥാനമാണ് അദ്ദേഹം പറഞ്ഞായിട്ട് കാണാം. القاعدة الثالثة أن النبي صلى الله عليه وسلم ظهر على أناس متفرقين في عباداته. رسول الله صلى الله عليه وسلم അവിടുന്ന് അയക്കപ്പെട്ട ആ സമൂഹം, അറേബ്യയിലുള്ള സമൂഹം, ആ ജനങ്ങളിൽ അവരിടയിൽ തന്നെ പല രീതിയിലും ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, അതല്ലെങ്കിൽ പല വസ്തുക്കളും ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, മിൻഹും അവരിൽപ്പെട്ടവരുണ്ടായിരുന്നു മയ്യഅബ്ദു ശംസ വൽ ഖമർ, അവരിൽപ്പെട്ടവർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. വമിൻഹും മയ്യഅബ്ദുൽ മലായിക, അവരിൽ മലക്കുകളെ പോലും ഇബാദത്ത് ചെയ്യുന്നവരുണ്ടായിരുന്നു. വമിൻഹും മയ്യഅബ്ദുൽ അംബിയാ അതുപോലെ തന്നെ അവരിൽപ്പെട്ടവരിൽ തന്നെ അമ്പിയാക്കന്മാരും സ്വാലിഹീനായിട്ടുള്ള ആളുകൾ, അവരെ പോലും നബിമാരെ പോലും ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. വമിൻഹും മയ്യഅബ്ദുൽ അഷ്ജാർ വൽ അഹ്ജാർ, അതുപോലെ തന്നെ അവരിൽപ്പെട്ടവർ കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ പല രീതിയിലും ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മളെ നാട്ടില് സമസ്തക്കാര് പറയുന്നത്, ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ അവർക്ക് ശിർക്ക് സംഭവിച്ചത്, അവർ മുശ്രിക്കീങ്ങളായത് എങ്ങനെയാണ്? അവർ കല്ലിനെയും മരങ്ങളെ ആരാധിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ കല്ലിനെയും മരത്തിനെയും അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളോട് ദുആ ചെയ്തതിന്റെ പേരിലാണ് അവർ മുശ്രിക്കീങ്ങളായത്. എന്നാൽ അങ്ങനെയാണോ? അല്ല, ഒരിക്കലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ ഒരുപാട് തെളിവുകൾ അത് പറയുന്നുണ്ട്. ഒരുപാട് നബിമാരെ ആരാധിച്ചിരുന്ന, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ ആരാധിച്ച കഥകൾ പറയുന്നുണ്ട്. ഇങ്ങനെ ശൈഖ് പറയാണ്, വഖാത്തിലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഫർരിഖ് ബൈനഹും. ഇത്ര ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്ത് ചെയ്തില്ല, വലം യുഫർരിഖ് ബൈനഹും, അവരുടെ ഇടയിൽ വേർതിരിച്ചില്ല, അവരുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കിയില്ല. മറിച്ച് അവരെല്ലാവരും വധിക്കുകയാണ് ചെയ്തത്. അല്ലെ, ഈ സമസ്തകാരെ പറയുന്ന പ്രകാരം എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഈ
കല്ലുകളെയും മരങ്ങളെ മാത്രമാണ് ആരാധിച്ചിരുന്നെങ്കിൽ പിന്നെ നബിസ്വല്ലാമക്ക് ഇങ്ങനെ പറയുന്നു, അതെ ഈ നബിമാരെയും മലായിക്കത്തുകളും അതുപോലെ സ്വാലിഹീനങ്ങളായിട്ട് ആളുകളും ഇവരൊക്കെ ആരാധിച്ചിരുന്നവർ മാറി നിന്നോ, നിങ്ങളായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഈ വിഗ്രഹങ്ങൾ ആരാധിച്ചവർ മാത്രമാണ് ഞങ്ങളുടെ ശത്രുക്കൾ, കല്ലിനെ ആരാധിച്ചവർ മാത്രമാണ് ശത്രുക്കൾ എന്ന് പറയായിരുന്നു. പക്ഷെ അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹു എന്താണ് സൂറത്തുൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്, വദലീലു ഖൗലുഹു തആല വലം വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്നത്തുൻ വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്. അല്ലാഹു നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അല്ലെങ്കിൽ നബിയോട് കൽപ്പന ചെയ്യുകയാണ്, വഖാതിലുഹും അവരെല്ലാവരും കൊല്ലുക, ഹത്താ ലാ തകൂന ഫിത്ന അന്ത്യമാവുന്നവരെ, ഫിത്ന അവസാനിക്കുന്നവരെ. ഇത് പറയുന്നത് ഈ ആയത്തിറങ്ങുന്നത് നമുക്കറിയാം മക്ക വിജയിച്ചിറക്കിയ ആ സമയത്തുള്ള ഒരു ആയത്താണ്. അല്ലാഹു പറയാണ്, ഒരു ആരാധന വസ്തു അവിടെ ബാക്കി വരുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ആരാധന വസ്തുക്കളും അവിടെ ബാക്കി വെക്കാത്ത രീതിയിൽ വഖാതിലുഹും അവരെല്ലാവരും വധിക്കുക എന്നാണ് പറഞ്ഞത്. ആ അല്ലാഹു അല്ലാത്ത ആരാധിച്ചിരുന്ന ആളുകൾ, ആ വ്യക്തികളെ വയക്കൂന ദീനു കുല്ലുഹു ലില്ലാഹ്, ആ വ്യക്തികളല്ലാതെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നത് വരെ, അതല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ദീൻ, അവന് വേണ്ടി മാത്രം നിഷ്കളങ്കതയോടുകൂടി അവനെ ദീൻ നിലനിർത്തുന്നവരെ എന്ത് ചെയ്യുക, വഖാതിലുഹും അവരെ കൊല്ലുക എന്നാണ്, അവർ വധിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. അല്ലെങ്കിൽ നബി സുല്ലൈമാനോട് കൽപ്പിച്ചത്. ഇപ്പൊ ഈ ഖുറാഫിൽ പറയുന്ന പോലെ ആയിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും എന്തിരുന്നുണ്ടായിരുന്നില്ല, നബിമാരും ഔലിയാക്കന്മാരും ദുആ ചെയ്തിരുന്ന ആ മുശ്രിക്കീങ്ങൾ അവരിതിൽ ഒരിക്കലും അവർ ഉൾപ്പെടാൻ വഴിയുണ്ടാവുന്നില്ല. കാരണം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രയോഗം എന്നാണ്, വഖാതിലുഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന ദീനു കുല്ലുഹു, അവരെല്ലാവരും, കുല്ലുഹു എന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ് അർത്ഥം. അതിൽ ആരൊക്കെ പെടും? മരത്തെ ആരാധിച്ചവർ, കല്ലുകൾ ആരാധിച്ചവർ, അതിൽ മലക്കുകളെയും നബിമാരെയും ഔലിയാക്കന്മാരെയും എല്ലാവരും ആരാധിച്ചവർ ഈ പറഞ്ഞ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അദ്ദേഹം അത് തെളിവ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അടുത്ത തെളിവ് അദ്ദേഹം കൊണ്ടുവന്നത് ഫദലീലു ശംസി വൽ ഖമർ, അവർ സൂര്യനെയും ചന്ദ്രനെയും ആരാധിച്ചിരുന്നു എന്നതിന് തെളിവ് അദ്ദേഹം ഖുർആനിൽ നിന്ന് കൊണ്ടുവരാണ്. ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാകുന്നു, വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ വശംസു വൽ ഖമർ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ് എന്ത്? അല്ലൈലു വന്നഹാർ, പകലും രാവും. അതുപോലെ തന്നെ ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും ഒക്കെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമരി വസ്ജുദൂ ലില്ലാഹ്, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ സുജൂദ് ചെയ്യരുത്, നേരെ മറിച്ച് വസ്ജുദൂ ലില്ലാഹ്, അല്ലാഹുവിന് മാത്രം നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ടോ വസ്ജുദൂ ലില്ലാഹ്, എന്തുകൊണ്ട് അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യാൻ പാടുള്ളൂ? അല്ലദീ ഖലഖഹുന്ന, കാരണം അവനാണ് നിന്നെ സൃഷ്ടിച്ചത്. അവനാണ് നിന്നെ സൃഷ്ടിച്ചതെങ്കിൽ അവന് മാത്രമാണ് സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അല്ലാഹു പറയുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. നബിമാര്, അമ്പിയാക്കന്മാര്, മലക്കുകള് ഇതുപോലുള്ള വസ്തുക്കളോട് അവർ ഇബാദത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെളിവുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയും, വദലീലുൽ അംബിയ, അവർ നബിമാരോട് ദുആ ചെയ്തു അല്ലെങ്കിൽ നബിമാരെ ഇബാദത്ത് ചെയ്തു എന്നുള്ളതിന് തെളിവ് എന്താണ്? വഇദ ഖാല അല്ലാഹു യാ ഈസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു പോലെ തന്നെ വഇദ ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ നബിയോട് ചോദിക്കുമ്പോൾ, ഈ ഈസയെ അൻത ഖുൽത ലിന്നാസി, നീ ജനങ്ങളോട് പറഞ്ഞു എന്റെ ഉമ്മയെയും ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ പുറമെ ഇലാഹായി സ്വീകരിക്കാൻ പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞു, ഖാല സുബ്ഹാനക, അല്ലാഹു നീ എത്ര പരിശുദ്ധനാണ്, മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, ഒരിക്കലും എനിക്ക് അവകാശപ്പെടാത്ത കാര്യം ഞാൻ ആളുകളോട് എങ്ങനെയാണ് ആളുകളോട് ഞാൻ പറയാം എന്ന് അദ്ദേഹം പറയുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോ നമ്മള് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇബ്നു ഹിശാമിനെ പോലുള്ള അല്ലെങ്കിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് അവരെ പോലുള്ള
ചരിത്ര അവരെ പോലുള്ള ഗ്രന്ഥകാർ അവർ ഈ ചരിത്രം ഒരുപാട് ഗ്രന്ഥത്തിൽ എഴുതി നമുക്ക് കാണാം. തഫ്സീറുകളായിക്കോട്ടെ, ഈ താരീഖുകളായിക്കോട്ടെ, ഇവരതിലൊക്കെ കൊടുത്ത് നമുക്ക് കാണാം ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. പണ്ട് മക്കത്ത് ഇസ്മായിൽ നബീന്റെയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ അവരുടെ വിഗ്രഹങ്ങൾ അവർ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹങ്ങളോട് അവർ ദുആവും അതുപോലെ തന്നെ നേർച്ച വഴിപാടുകളും ബലികർമ്മങ്ങളും അതുപോലുള്ള ഇബാദത്തുകൾ അവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കാണാം അദ്ദേഹം വദലിൽ സ്വാലിഹീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ മുശ്രിക്കീങ്ങൾ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളോട് ദുആ ചെയ്തിട്ടുണ്ട്, അവരെ ആരാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവ് അദ്ദേഹം പറയാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാകും എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ നിന്ന് കൊണ്ടുവരാണ്. أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه. الله سبحانه وتعالى പറയാണ് أولئك الذين يدعون ഈ മുശ്രിക്കീങ്ങൾ അവർ ദുആ ചെയ്യുന്ന ആളുകൾ, എന്തിനു വേണ്ടി ഈ ദുആ ചെയ്യുന്ന ആളുകൾ, ഈ വ്യക്തികൾ യബ്തഗൂന ഇലാ റബ്ബിഹിം വസീല, അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അയ്യുഹും അഖറബു വയർജൂന റഹ്മതു വയഖാഫൂന അദാബ, അവർ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ അദാബുകളെ, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അവരെങ്ങനെ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ മുശ്രിക്കീങ്ങൾ ദുആ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിനെ തഫ്സീർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വാലിഹീനായിട്ടുള്ള ആളുകൾ ജിന്നുകളാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ആദ്യം ഇവർ ശൈത്താനെ ആരാധിച്ചിരുന്നു, ഈ ജിന്നുകൾ കാഫിരീങ്ങളായപ്പോൾ അത് ആരാധിച്ചിരുന്നതാണ്. പിന്നീട് ഈ ജിന്നുകൾ മുസ്ലിമുകളായപ്പോൾ അള്ളാഹുലേക്ക് അടുത്തപ്പോൾ ഈ പറഞ്ഞ മുസ്ലിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടായില്ല. അവരപ്പോഴും തുടർച്ചയായി ഈ പറയുന്ന ജിന്നുകളെ ആരാധിച്ചിരുന്നു. അപ്പോഴാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയേക്കുന്നത്. ഈ ആയത്ത് നമുക്കറിയാം ജിന്നുകൾക്ക് മാത്രമല്ല, ഏതൊരു അള്ളാഹു ഔലിയാക്കന്മാരായിക്കോട്ടെ, നബിമാരായിക്കോട്ടെ, മലക്കുകളായിക്കോട്ടെ, ആരൊക്കെയാണോ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, നമ്മളൊക്കെ അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് അടുത്തവരാണ്, ഇപ്പോഴും അടുക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഔലിയാക്കന്മാരും നബിമാരും മലക്കുകളും ഒക്കെ. ഈ പറയുന്ന ആയത്ത് ഇവരെല്ലാവർക്കും ബാധകമാകുന്നതാണ്. ഇത് വയർജൂന റഹ്മതു വയഖാഫൂന അദാബ, അള്ളാഹുവിന്റെ കരുണ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അദാബ്, അവന്റെ ശിക്ഷകളെ ഭയന്നുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരെ വിളിച്ചു തേടുന്ന ഈ മുശ്രിക്കീങ്ങൾ എന്താണ്, അവർ വഴികളിലാണ്, അതല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി അള്ളാഹു വിമർശിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ലാഹ് വദലീലുൽ അശ്ജാർ വൽ അഹ്ജാർ, അദ്ദേഹം അടുത്ത തെളിവ് കൊണ്ടുവരാണ്. എന്തിനു വേണ്ടി ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ അവർ മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് അദ്ദേഹം പറയാണ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കുകൾ അല്ലാഹുവിന്റെ വാക്കായിട്ടുള്ള ഖുർആനിൽ നിന്ന് അദ്ദേഹം തെളിവ് കൊണ്ടുവരാണ്. സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കാണാം, അഫറഅയ്തും ലാത്ത വൽ ഉസ്സ വമനാത സാലസത്തുൽ ഉഖറ, നിങ്ങൾ കാണുന്നില്ല ലാത്തയും ഉസ്സയും ഒക്കെ കാണുന്നില്ല എന്ന് അല്ലാഹു ചോദിക്കണം. എന്തുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്? നമുക്കറിയാം ഈ ആയത്ത് ഇറങ്ങിയത് ഈ പറയുന്ന മക്ക വിജയിച്ചടക്കിയപ്പോൾ ആ ഒരുപാട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ 300 എത്രയോ വിഗ്രഹങ്ങളാണ്, 350-60 എത്ര വിഗ്രഹങ്ങളാണ് കഅബയുടെ ഉണ്ടായിരുന്നത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ ഈ പറയുന്ന എല്ലാ വിഗ്രഹത്തിനും നശിപ്പിക്കാൻ വേണ്ടി സഹാബികളോട് നിർദ്ദേശിച്ചിരുന്നു, കൽപ്പിച്ചിരുന്നു. അപ്പോ അവിടെ ഈ പറയുന്ന മുശ്രിക്കീങ്ങളുടെ ഈ വിഗ്രഹങ്ങൾ അത് നശിപ്പിച്ചതിന് ശേഷം അള്ളാഹു ഇറക്കിയ ആയത്താണ്. നിങ്ങൾ ഈ പറയുന്ന ലാത്തിയും അൽസിയും ഇവരൊക്കെ കണ്ടില്ല, ഇവരൊക്കെ നിങ്ങൾ ഇത്ര നാൾ ഇബാദത്ത് ചെയ്തു, ഇവരൊക്കെ നിങ്ങൾ സഹായം തേടി, വിളിച്ചു തേടി, എന്നിട്ട് ഇവരെ നശിപ്പിക്കാൻ പോയിട്ട് ഇവർക്ക് സ്വന്തത്തെ പോലും, അവരാ വിഗ്രഹത്തെ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തത്തെ പോലും രക്ഷിക്കാൻ പറ്റുന്നില്ല. അവരെയാണോ നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതെന്ന് അള്ളാഹു ചോദിക്കുകയാണ് ഖുർആനിൽ. ഈ അല്ലാത്ത് എന്ന് പറയുന്ന ആൾ തന്നെ, ഈ അല്ലാത്ത് എന്ന് പറഞ്ഞ കല്ല്, ഇതിന് ശരിക്കും ഇതിന്റെ പുറകിൽ ചരിത്രം തന്നെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അല്ലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം ഒരു സ്വാലിഹായിട്ട് ഒരാളായിരുന്നു. അദ്ദേഹം മക്കത്ത് ഈ ഹാജിമാരെ വരുന്ന ഹജ്ജിന് വരുന്ന ആളുകൾ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹം മക്കത്ത് പോയതും ഇസ്മായിൽ നബിയുടെ ആ ഒരു പരമ്പരയിൽ നിന്നാണ് ഈ ഒരു സമൂഹം ഖുറൈശ് എന്നൊരു സമൂഹം വന്നതും ആ അറബികൾ എന്ന് പറയുന്നത് ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്മായിൽ നബി അല്ലെങ്കിൽ ഇബ്രാഹിം നബി കൊണ്ടുവന്ന ചില ഇസ്ലാമിന്റെ അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് അവർ ഇസ്ലാം എന്തായിരുന്നു അതിൽ ചില കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതിൽപ്പെട്ട കാര്യമായിരുന്നു ഈ പറയുന്ന ഹജ്ജ് പോലത്തെ കാര്യങ്ങൾ. അപ്പൊ അന്ന് ഹജ്ജിന് വരുന്ന ആളുകൾ ഈ അല്ലാസ് എന്ന് പറഞ്ഞ ഒരാള് അദ്ദേഹം ഇതുപോലെ വെള്ളവും അതുപോലെ ഭക്ഷണവും കൊടുക്കും. അദ്ദേഹം തന്നെ കൈകൊണ്ടുണ്ടാക്കിയ സാവിഖ് എന്ന് പറഞ്ഞൊരു ഭക്ഷണം അദ്ദേഹം ഈ പറയുന്ന ഹജ്ജിന് വേണ്ടി വരുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഈ നല്ല പ്രവൃത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾക്ക് മക്കത്തുള്ള ആളുകൾക്ക് ഒരുപാട് സ്നേഹവും ഒരുപാട് ബഹുമാനവും ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹം മരണപ്പെടുന്നതിന് ശേഷം അദ്ദേഹം മരണപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ പറയുന്ന അന്നത്തെ മുശ്രിക്കീങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഈ പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്ന ആ കല്ലിന് മേൽ നമ്മൾ ജാർമെന്ന് പറയുന്ന പോലെ ആ കല്ലിന് മേൽ അവർ ആരാധിക്കാൻ തുടങ്ങി. എന്തിന്റെ പേരിലാണ് ഈ ആരാധന തുടങ്ങിയത്? ഈ സ്വാലിഹായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ നല്ല സൽക്കർമ്മം ചെയ്യുന്ന അള്ളാഹുവിന്റെ വലി എന്ന് പറയപ്പെടുന്ന ഇന്ന ആളുകൾ അയാളോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ആദരവിൽ അതിര് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വന്നത് അവർക്ക്. അതായത് അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു ആദരവുണ്ട്, അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതിനൊരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ആദരവ് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ ആരാധനയിൽ വീണുപോകും. അതായത് ശിർക്കിൽ വീണുപോകുന്ന ഒരവസ്ഥ വരികയാണ്. ഇപ്പോ ഏതൊരു സൃഷ്ടിക്കും അവർക്ക് ആരാധിക്കുന്ന അവർ ആദരിക്കേണ്ട ഒരു പരിധി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ അടിസ്ഥാനമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അത് നമ്മൾ പറഞ്ഞത് അയക്കപ്പെട്ട സമൂഹം അവരിൽ പല രീതിയിൽ പല വസ്തുക്കളോട് ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതില് അല്ലാത്ത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിഗ്രഹങ്ങളാണ്. അറേബ്യയിൽ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ അറിയപ്പെടുന്ന വിഗ്രഹങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പൊ അതിലുള്ള ആ ഒരു കഥയായിരുന്നു, ആ ചരിത്രമായി നമ്മൾ പറഞ്ഞത്. അല്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വാലിഹായിട്ടുള്ള ഒരാളായിരുന്നു നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിനുള്ള സ്നേഹം, അദ്ദേഹത്തിനുള്ള ആ ഒരു ആദരവിന്റെ പേരിൽ അദ്ദേഹത്തിനുള്ള ബഹുമാനത്തിൽ അതിര് കവിഞ്ഞതിന്റെ പേരിലാണ് ഈ പറയുന്ന ശിർക്ക് അവർക്ക് സംഭവിച്ചതും. അദ്ദേഹം മരിച്ചതിന് ശേഷം അവിടെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത്, അദ്ദേഹം ഉണ്ടായിരുന്ന സ്ഥലത്ത് അവര് ഒരു ആരാധന കേന്ദ്രമാക്കി മാറ്റി. നമ്മളത് പറഞ്ഞതാണ്. അതുപോലെ അൽ-ഉസ്സ, മനാത്ത്, ഇതൊക്കെ ഓരോ കല്ലുകളും മരങ്ങളുമാണ്. അൽ-ഉസ്സ എന്ന് പറഞ്ഞ മരങ്ങളാണ്. ഇനി അദ്ദേഹം അടുത്ത അവസാനത്തെ നാലാമത്തെ ആയുധമായിട്ട് അല്ലെങ്കിൽ നാലാമത്തെ ശിർക്കിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് അദ്ദേഹം പറയാണ് ശൈഖ് റഹിമഹുല്ലാഹ് അൽ-ഖാഇദത്തു അർ-റാബിഅ, നാലാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്ന മുശ്രികീ സമാനിനാ അന്ന മുശ്രികീ സമാനിനാ അഗ്ളദു ശിർകൻ മിനൽ അവ്വലീൻ. ഈ നമ്മളെ സമയത്തുള്ള ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ കഴിഞ്ഞ കാല ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവരെക്കാളും ശിർക്കിൽ കഠിനമാണ്. അവരെക്കാളും മോശമാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. പണ്ട് കാലത്തെ മുശ്രിക്കീങ്ങൾ അവർക്ക് എന്തെങ്കിലും പ്രയാസം വന്നെത്തി കഴിഞ്ഞാൽ, അവർ ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രമാണ് വിളിക്കാറുള്ളത്. അതുപോലെ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കും. പക്ഷെ അവർക്ക് എളുപ്പമുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവർ ശിർക്ക് ചെയ്തിരുന്നത് അവർ വളരെ എളുപ്പമുള്ള സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്തു? അവർ അള്ളാഹുവിനെ വിളിക്കും, ബാക്കിയുള്ള വിഗ്രഹങ്ങളെയും വിളിക്കും. പക്ഷെ ഇന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഇന്നത്തെ മുസ്ലിമുകളാണെന്ന് പേര് പോലെ പറയുന്ന ആളുകൾ, ഈ ആളുകൾ എന്ത് ചെയ്യുന്നു?
പ്രയാസപ്പെട്ട സാഹചര്യം ആയിക്കോട്ടെ, എളുപ്പമുള്ള സാഹചര്യം ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നത് കാണാം. ഇപ്പോ അദ്ദേഹം എന്നിട്ട് അതിന് തെളിവ് കൊണ്ടുവരാണ്. പണ്ടത്തെ മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കാറുള്ള സാഹചര്യം അദ്ദേഹം തെളിവ് കൊണ്ടുവരാണ്. അതിന് തെളിവ് അള്ളാഹുവിന്റെ സംസാരമാകുന്നു. അവർ മുശ്രിക്കീങ്ങൾ കപ്പലിൽ കയറി കഴിഞ്ഞാൽ കപ്പലിൽ കയറി കഴിഞ്ഞാൽ മരണം കൺമുമ്പിൽ വന്നെത്തുന്ന ഒരു അവസ്ഥ വരുമ്പോൾ, അതല്ലെങ്കിൽ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ കപ്പലുകൾ ഒരുപാട് ഇണങ്ങി അവര് മുങ്ങാൻ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കതയോടുകൂടി ദുആ ചെയ്യും, അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യും. എന്നിട്ടോ അവർ കരയിലെത്തിക്കഴിഞ്ഞാൽ ഇലാഹും യുശ്രികൂൻ, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കും. അവര് കടലിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവെ രക്ഷിക്കണമെന്ന് പറയും. അതായത് അവർ വിശ്വസിച്ചിരുന്നെന്താ? അള്ളാഹുവിൽ അതൊരാൾക്ക് രക്ഷിക്കാൻ പറ്റില്ല, ഇനി അള്ളാഹുവിനെ വിളിച്ചു എന്നാണ് അവർ കപ്പൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ പറയാം. പക്ഷെയോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, കരയിലെത്തിക്കഴിഞ്ഞാലോ അവർ അള്ളാഹുവിനെ വിളിക്കും, ബാക്കിയുള്ള വിഗ്രഹങ്ങളെയും വിളിക്കും. നമുക്കറിയാം ഇന്നത്തെ ശിർക്ക് ചെയ്യുന്ന ആൾ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, അവർ ഈ രണ്ട് സമയത്തും ശിർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്കറിയാം, നമ്മള് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഈ പറയുന്ന കൊറോണ വന്ന സമയത്ത് അല്ലെ അവർ പറഞ്ഞു പ്രചരിപ്പിച്ചെന്താണ്? നിങ്ങൾ 1000 പ്രാവശ്യം യാ മുഹീദ്ദീൻ ഷേഖ് അബ്ദുൽ ഖാദർ ജിലാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പള്ളിയിൽ, ഏത് പള്ളിയിൽ വെച്ചാണെന്ന് പറയുന്നത്, 1000 പ്രാവശ്യം പറയുക, ആ പള്ളിയിൽ നിന്ന് കൊറോണ പുറത്തു പോകുന്നതായിരിക്കും. ജനങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ അയാളുടെ മകൻ പരസ്യമായി പറഞ്ഞതാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വളരെ പരസ്യമായിട്ട് പറയാണ്. പണ്ടത്തെ മുശ്രിക്കീങ്ങൾ പോലും അവര് പോലും പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ അവരെന്താ ചെയ്തിരുന്നത്? അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചിരുന്നത്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണിത്. നമ്മളാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് പറയുന്നതല്ല, നേരെ മറിച്ച് ഖുർആനിൽ തെളിവുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഒരു ഈ 4 ഖായിദകൾ, 4 അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. കാരണം ഇതിൽ ഖുർആനും സുന്നത്തും മാത്രമാണുള്ളത്, വേറെ ഒന്നും പുറത്തൊന്നും ഇല്ല. ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് എങ്ങനെ പോയാലും നമ്മൾ ഖുർആനും സുന്നത്തും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ, നല്ല സ്വഭാവത്തിൽ, നല്ല പെരുമാറ്റത്തിൽ നമ്മൾ അവരോട് തൗഹീദ് ഉത്ബോധനം ചെയ്ത നല്ല രീതിയിൽ അവരോട് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ മാറാനുള്ള മനസ്സ് അവർക്കുണ്ട്. അള്ളാഹു അത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ശരിയാണ്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ എത്ര തെളിവ് കൊടുത്താലും സ്വീകരിക്കാത്ത ആളുകളുണ്ട്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർ ഈ ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ അള്ളാഹു ആ ഒരു ഫിത്രത്ത്, അതായത് അവരുടെ ഹൃദയത്തിൽ ആ ശുദ്ധ പ്രകൃതം അവർ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഈ പറയുന്ന ആയത്തുകൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആയത്തുകളും ഹദീസുകളാണ്. ഇത് ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരുപാട് ജനങ്ങൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട് നമുക്കറിയാം. ഈ പറയുന്ന ജനങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ വഴി ഹിദായത്ത് ലഭിക്കാൻ അള്ളാഹുവിനെ ദുആ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ ദൗത്യം ഒരിക്കലും ഒരാളെ മാറ്റാനല്ല, നേരെ മറിച്ച് നമ്മളെ സന്ദേശം നമ്മൾ പഠിക്കുക, നമ്മളെ സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ജോലി. ഒരിക്കലും നമ്മളെ കയ്യിലല്ല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാനുള്ള കഴിവ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ എന്റെ സഹോദരങ്ങളെ, ഈ പറയുന്ന ഈ ആയത്തുകളും ഹദീസും നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനുള്ള അനുഗ്രഹം തന്ന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല, ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله تعالى أعلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على محمد وعلى آله وصحبه وسلم. السلام عليكم.